40, 36, 32 എക്സെട്ര എന്ന സമാന്തര ശ്രേണിയിലെ എത്ര പദങ്ങൾ കൂട്ടിയാൽ 0 കിട്ടും? നമുക്കൊരു സമാന്തര ശ്രേണി തന്നിട്ടുണ്ട്. സമാന്തര ശ്രേണി അരിത്മെറ്റിക് സീക്വൻസ് 40, 36, 32. ഈ സമാന്തര ശ്രേണിയിൽ എത്ര പദങ്ങൾ കൂട്ടിയാലാണ് 0 കിട്ടുക? അപ്പോൾ നമുക്ക് തുക തന്നിട്ടുണ്ട് 0. അത് എത്ര ടേംസ് കൂട്ടിയാലെന്ന് കാണണം. അപ്പോൾ സമാന്തര ശ്രേണിയിലെ തുക കാണാനുള്ള സൂത്രവാക്യം എഴുതുക. സമാന്തര ശ്രേണിയിലെ തുക സം കാണാനുള്ള സൂത്രവാക്യം S സമം n/2 ഇൻറ്റു 2a പ്ലസ് n-1 ഇൻറ്റു d. നമുക്കിതിൽ വില കൊടുക്കുക. n പദങ്ങളുടെ എണ്ണം അതറിയില്ല. എത്ര പദങ്ങൾ കൂട്ടിയാൽ n പദങ്ങളുടെ എണ്ണം അറിയില്ല. n/2 ഇൻറ്റു 2 ഇൻറ്റു a ആദ്യ പദം എത്രയാണ്? 40 പ്ലസ് വീണ്ടും n അറിയില്ല. n-1 ഇൻറ്റു d കോമൺ ഡിഫറൻസ് പൊതുവ്യത്യാസം. d കോമൺ ഡിഫറൻസ് പൊതുവ്യത്യാസം. രണ്ടാം പദത്തിന് ആദ്യ പദം കുറയ്ക്കുക. 36 40 കുറച്ചാൽ -4 സമം ദസ് കാണാനുള്ള സൂത്രവാക്യമാണ്. സം തുക എത്രയാണ്? 0. n/2 ഇൻറ്റു 2 ഇൻറ്റു 40 80. ഇനി -4 കൊണ്ട് 2 കുടിക്കണം. -4 കൊണ്ട് 2 -4 ഇൻറ്റു n -4 n -4 ഇൻറ്റു 1 -4 ഇൻറ്റു -1 പ്ലസ് 4 സമം 0. n/2 ഇൻറ്റു 80 4 കൂട്ടുക 84 -4n സമം 0. ഇതൊന്ന് ഒരു 4 കോമൺ ഫാക്ടറായിട്ട് എടുക്കാം. 4 പൊതു ഘടകമായിട്ട് എടുക്കാം. അപ്പോൾ n/2 ഇൻറ്റു 4 കോമൺ ഫാക്ടർ എടുത്തു. ഇപ്പോൾ ഇവിടെ എത്ര വരും? 21 അല്ലേ? 4 ഇൻറ്റു 21 84 വരുള്ളൂ. മൈനസ് അതുപോലെ ഈ 4 4 പുറത്തേക്ക് എടുത്താൽ n സമം 0. ഇതിൽ നമുക്ക് വെട്ടിക്കളയാം. അപ്പോൾ എന്ത് വരും? 2n വരും അല്ലേ? 2n ഇൻറ്റു 21 മൈനസ് n സമം 0. ഇതിൻ്റെ അർത്ഥം എന്താ? 2n ഇൻറ്റു 21 മൈനസ് n സമം 0. 2n-ഉം 21 മൈനസ് n-ഉം ഗുണിച്ചാൽ 0 കിട്ടും. ഇതും തമ്മിൽ ഇത് രണ്ടും തമ്മിൽ ഗുണിച്ചാൽ 0 കിട്ടണം. അതിൻ്റെ അർത്ഥം എന്താ? ഒന്നുകിൽ ഇത് 0 ആവണം അല്ലെങ്കിൽ ഇത് 0 ആവണം. ഇത് രണ്ടും ഗുണിച്ചാൽ 0 കിട്ടണമെങ്കിൽ ഒന്നുകിൽ ഇത് 0 അല്ലെങ്കിൽ ഇത് 0. അപ്പോൾ നമുക്ക് 2 സാധ്യതകളുണ്ട്. ഇത് 0 നിർക്കുക. എന്ത്? 2n സമം 0. അതിന് എങ്ങനെ കാണുക? 0/2 എന്ത് വരും? 0 അല്ലേ? ഇനി അതുപോലെ ഇവിടെ എന്താ? 21 മൈനസ് n സമം 0. 21 n കുറച്ചാൽ 0 കിട്ടണമെങ്കിൽ എന്നിൻ്റെ സ്ഥാനത്തെ സംഖ്യ എത്ര? 1 അല്ല 21. 21 n കുറച്ചാൽ 0 ആവണമെങ്കിൽ എൻ്റെ സ്ഥാനത്ത് 21. നമുക്ക് എന്നിന് 2 വിലകൾ കിട്ടി. 0, 21. n എന്താ? പദങ്ങളുടെ എണ്ണം. n എന്താണ്? പദങ്ങളുടെ എണ്ണം. എണ്ണം ഒരിക്കലും 0 ആവില്ലല്ലോ. എത്ര പദങ്ങൾ കൂട്ടിയാൽ പറഞ്ഞാൽ പദങ്ങളുടെ എണ്ണം 0 ആവില്ല. പദങ്ങളുടെ എണ്ണം ഒരു പോസിറ്റീവ് സംഖ്യയായിരിക്കും. അപ്പോൾ ഉത്തരം 21. ആയില്ലേ? ഓഫ് ചെയ്യേ. ഒരു ബഹുഭുജത്തിന് 170 വികർണങ്ങളുണ്ട്. ആ ബഹുഭുജത്തിന് എത്ര വശങ്ങളുണ്ട്? ഒരു ബഹുഭുജത്തിന് 170 വികർണങ്ങൾ, 170 ഡയഗണൽസ് ഉണ്ട്. ആ ബഹുഭുജത്തിന് എത്ര സൈഡ്സ് ഉണ്ട് എന്ന് കാണണം. ബഹുഭുജത്തിൻ്റെ ഡയഗണൽസിൻ്റെ എണ്ണം തന്നിട്ട് അതിൻ്റെ സൈഡ്സിൻ്റെ എണ്ണം കാണണം. സൈഡ്സിൻ്റെ എണ്ണം തന്നിട്ട് വികർണങ്ങളുടെ എണ്ണം കാണാൻ, വശങ്ങളുടെ എണ്ണം തന്നിട്ട് വികർണങ്ങളുടെ എണ്ണം കാണാൻ സൂത്രവാക്യമാണ് n-n-3/2. വശങ്ങളുടെ എണ്ണം അറിഞ്ഞാൽ വികർണങ്ങളുടെ എണ്ണം കാണാൻ. അപ്പോൾ വികർണങ്ങളുടെ എണ്ണം അറിയാൻ നമുക്ക് അത് സമം 170 എന്ന് എഴുതാം. നമുക്കിതൊന്ന് n കൊണ്ട് 2 ഗുണിക്കാം. n ഇൻറ്റു n n², n ഇൻറ്റു -3 മൈനസ് 3n. n കൊണ്ട് 2 ഗുണിച്ചു. n ഇൻറ്റു n n², n ഇൻറ്റു -3 മൈനസ് 3n സമം /2 അങ്ങോട്ട് എടുത്തു. /2 അങ്ങോട്ട് എടുക്കുമ്പോൾ ഇൻറ്റു 2 ആവും. 170 ഇൻറ്റു 2 340. /2 അങ്ങോട്ട് എടുത്തു. 170 ഇൻറ്റു 2 340. ഇനി 340 ഞങ്ങൾ കൊണ്ടുവരിക. അപ്പോൾ n² മൈനസ് 3n മൈനസ് 340 സമം 0. ഇതിനെ നമുക്ക് സോൾവ് ചെയ്യണം. ഇതിനെ സോൾവ് ചെയ്യാൻ, നിർദ്ധാരണം ചെയ്യാൻ നമുക്കിതിനെ 2 എണ്ണത്തിൻ്റെ ഗുണനഫലമായിട്ട് എഴുതണം. ഇതിനെ 2 എണ്ണത്തിൻ്റെ ഗുണനഫലമായിട്ട്, അതായത് നമ്മൾ 2 സംഖ്യകൾ കാണുക. ആ 2 സംഖ്യകൾ തമ്മിൽ കൂട്ടിയാൽ എന്നിൻ്റെ ഗുണോത്തരം കിട്ടണം. 2 സംഖ്യകൾ കാണുക. 2 സംഖ്യകൾ കൂട്ടിയാൽ എന്നിൻ്റെ ഗുണോത്തരമായ -3 കിട്ടണം. ആ 2 സംഖ്യകൾ തമ്മിൽ ഗുണിച്ചാലോ? ആ 2 സംഖ്യകൾ തമ്മിൽ ഗുണിച്ചാൽ സ്ഥിരസംഖ്യ കോൺസ്റ്റൻറ്റ്, അതായത് n ഇല്ലാത്തത് ഇതാണ്, അത് കിട്ടണം. എത്ര കിട്ടണം? -340. അപ്പോൾ നമുക്ക് 2 സംഖ്യകൾ കാണുക. നമുക്ക് -20ഉം +17 നോക്കുക. -20ഉം +17 ഇത് രണ്ടും കൂടി കൂട്ടുമ്പോൾ വലുതെന്ന് ചെറുത് കുറച്ച് വലുതിനെ ചേർക്കുമ്പോൾ -3 കിട്ടുന്നുണ്ട്. അതുപോലെ -20 ഇൻറ്റു 17 ചെയ്താലോ? 20 ഇൻറ്റു 17 340 നെഗറ്റീവ് ഇൻറ്റു പോസിറ്റീവ് നെഗറ്റീവ്. അപ്പോൾ നമുക്ക് സംഖ്യകൾ കിട്ടി. ഏതൊക്കെയാണ്? -20ഉം 17ഉം. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് അറിയൂ? ഇതിലത്തെ ചരം, അതായത് വേരിയബിൾ ക്വാണ്ടിറ്റി ഏതാ? n. അതിൻ്റെ കൂടെ ഈ സംഖ്യ ഇടുക. -20
ഇൻറ്റു വീണ്ടും n കഴിഞ്ഞിട്ട് അടുത്ത സംഖ്യ എഴുതുക. എത്ര? +17 സമം 0. ഇവിടെ രണ്ടെണ്ണം ഗുണിക്കണത് അല്ലേ? ഈ രണ്ടെണ്ണം ഗുണിച്ചാൽ 0 കിട്ടണമെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? ഇത് ഏതെങ്കിലും ഒന്ന് 0 ആയിരിക്കണം. ഇത് രണ്ടും കൂടി ഗുണിച്ചാൽ 0 കിട്ടണമെങ്കിൽ ഒന്നുകിൽ ഇത് 0 ആവണം, അല്ലെങ്കിൽ ഇത് 0 ആവണം. എന്നാലേ ഗുണിച്ചാൽ 0 കിട്ടുള്ളൂ. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. ഇത് n-20 സമം 0 ആകാനുള്ള സാധ്യതയുണ്ട് അല്ലേ? n-20 സമം 0 ആകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതിന്ന് n എങ്ങനെ കാണുക? -20 അങ്ങോട്ട് എടുക്കുമ്പോൾ 20. അതുപോലെ ഇതും വേണം. n+17 0 ആകാനുള്ള സാധ്യത ഉണ്ട് അല്ലേ? n+17 0 ആകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതിന്ന് എങ്ങനെ n കാണുക? 17 അങ്ങോട്ട് എടുക്കുമ്പോൾ -17. ഇപ്പോൾ നമുക്ക് n-ന് 2 വില കിട്ടി. n എന്താ? നമ്പർ ഓഫ് സൈഡ്സ്. n എന്താണ്? നമ്പർ ഓഫ് സൈഡ്സ്, വശങ്ങളുടെ എണ്ണം. വശങ്ങളുടെ എണ്ണം ഒരിക്കലും നെഗറ്റീവ് ആവില്ലല്ലോ അല്ലേ? എണ്ണം ഒരിക്കലും നെഗറ്റീവ് ആവില്ല. അപ്പോൾ ഇതൊന്ന് മനസ്സിലായി നമുക്ക്. വശങ്ങളുടെ എണ്ണം എത്രയാണ്? 20. രണ്ട് സംഖ്യകളിൽ ഒരു സംഖ്യ 25% വർദ്ധിപ്പിക്കുമ്പോൾ അവയുടെ ഗുണനഫലം മാറാതിരിക്കാൻ മറ്റേ സംഖ്യ എത്ര ശതമാനം കുറയ്ക്കണം? നമുക്കൊരു ഉദാഹരണം നോക്കാം. 5 × 4 രണ്ട് സംഖ്യകൾ ഗുണിച്ചു. എത്രയാണ്? 20. രണ്ട് സംഖ്യകൾ ഗുണിച്ചു 20. ഇതിലത്തെ ഒരു സംഖ്യ 25% കൂട്ടുക എന്ന് പറയുന്നുണ്ട്. നമുക്ക് 25% എന്നില്ല, സംഖ്യ വർദ്ധിപ്പിച്ച് നോക്കാം. ഈ 5 എന്നുള്ള സംഖ്യ 10 എന്നാക്കി വിചാരിക്കുക. എന്നിട്ട് ഗുണിച്ച ഗുണനഫലം മാറാതിരിക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ ഗുണനഫലം 20 തന്നെ വരും വേണം. അപ്പോൾ 5 × 4 20, രണ്ട് സംഖ്യകൾ ഗുണിച്ചു 20. ഇതിലത്തെ ഒരു സംഖ്യ നമ്മൾ കൂട്ടി. അപ്പോൾ മറ്റേ സംഖ്യ എന്തായിരിക്കും? കുറയണം അല്ലേ? 10 × 2 20. അപ്പോൾ അതാണ് ഇവിടെ കാണേണ്ടത്. മറ്റേ സംഖ്യ എത്ര ശതമാനം കുറയണം എന്ന് കാണണം. ഇതിന് സൂത്രവാക്യം നമുക്ക് x + y + x × y/100 എന്ന സൂത്രവാക്യം ഉപയോഗിക്കാം. ഇതാണ് ഗുണനഫലത്തിൽ എന്ത് മാറ്റം വരും എന്ന് കാണാനുള്ള സൂത്രവാക്യമാണ്. അപ്പോൾ അതിൽ വില കൊടുക്കുക. ഓരോ സംഖ്യയിലുള്ള മാറ്റം. ഒരു സംഖ്യ എന്താണ്? 25% വർദ്ധിപ്പിക്കുമ്പോൾ പോസിറ്റീവ് കൊടുക്കണം. വർദ്ധിപ്പിക്കുമ്പോൾ. അപ്പോൾ എക്സ് എന്തെടുക്കുക? എത്രയാണ്? 25 ചിഹ്നം പോസിറ്റീവ് പ്ലസ് മറ്റേ സംഖ്യ എത്ര ശതമാനം കുറയണം. അപ്പോൾ നമുക്ക് തൽക്കാലം y അറിയാത്തത് കൊണ്ട് y തന്നെ ഇടുക. അപ്പോൾ നമുക്ക് ഉത്തരം കിട്ടുമ്പോൾ നോക്കാം. അപ്പോൾ 25 + y + x × y എന്ത് വരും? 25y. 25y/100. ഇത് ചെയ്താൽ എന്ത് കിട്ടും? ഗുണനഫലത്തിൽ എന്ത് മാറ്റം വരും? എന്താ കിട്ടുക? ഗുണനഫലത്തിൽ എന്ത് മാറ്റം വരും? ഗുണനഫലം മാറുന്നില്ല. അപ്പോൾ നമുക്ക് 0 ഇടാം. അപ്പോൾ 25 + y + ഇത് 25 കൊണ്ട് വെട്ടിച്ചെടുക്കുമ്പോൾ y/4 എന്ന് വരും സമം 0. ഇനി നമുക്ക് ഇത് രണ്ടും കൂടി കൂട്ടാം. 1y = 1y കൂട്ടിയപ്പോൾ 1/4y സമം ഇപ്പുറത്ത് 0ആണ്, 25നെ അങ്ങോട്ട് എടുത്തു. ഇവിടെ 0ആണ്, 25നെ അങ്ങോട്ട് എടുത്തു, -25. മിശ്രബന്ധം മാറ്റി. 1 4 4 1 5/4. 5/4y സമം -25. 1 4 4 1 5/4y സമം 25. ഇവിടെ ഇൻറ്റു ആണ്, അങ്ങോട്ട് എടുക്കുമ്പോൾ റെസിപ്രോക്കൽ കൊണ്ട് ഗുണിക്കണം. ഇവിടെ ഇൻറ്റു ആണ്, അങ്ങോട്ട് എടുക്കുമ്പോൾ റെസിപ്രോക്കൽ. അപ്പോൾ y സമം -25 ഇൻറ്റു ഇതിനെ തിരിച്ചിട്ടു 4/5. നമുക്കിത് വെടിച്ചെടുക്കുമ്പോൾ 5 എന്ന് വരും. 5 × 4 20 എന്ന് വരും. നെഗറ്റീവ് ചിഹ്നം ഇടണം. അപ്പോൾ എന്ത് കിട്ടി? y നെഗറ്റീവ് കിട്ടി. അതിൻ്റെ അർത്ഥം എന്താ? y മറ്റേ എത്ര ശതമാനം കുറയ്ക്കണം എന്നാണ്. ഈ നെഗറ്റീവ് ചിഹ്നം കുറവിനെ സൂചിപ്പിക്കുന്നു. അപ്പോൾ ഉത്തരം എന്താ? മറ്റേ സംഖ്യ 20% കുറയ്ക്കണം. ഏത് തുകയാണ് 4% വാർഷിക കൂട്ടുപലിശ നിരക്കിൽ 2 വർഷം കൊണ്ട് 1352 രൂപയാകുന്നത്? കൂട്ടുപലിശ, അതായത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. കൂട്ടുപലിശ കോമ്പൗണ്ട് ഇൻട്രസ്റ്റുമായി ബന്ധപ്പെട്ട സൂത്രവാക്യം a = p × 1 + r/100 n. ഇതിൽ p നിക്ഷേപിക്കുന്ന തുക, a ബാങ്കിൽ നിന്ന് നമുക്ക് തിരികെ കിട്ടുന്ന തുക, കാലാവധി കഴിഞ്ഞാൽ ബാങ്കിൽ നിന്ന് തിരികെ കിട്ടുന്ന തുകയാണ് a. r പലിശ നിരക്ക് n വർഷങ്ങളുടെ എണ്ണം. സൂത്രവാക്യത്തിൽ വില കൊടുക്കുക. അപ്പോൾ ഏത് തുകയാണ് നിക്ഷേപിക്കണ അറിയില്ല. അപ്പോൾ p അറിയില്ല നമുക്ക്. 4% വാർഷിക കൂട്ടുപലിശ നിരക്കിൽ. അപ്പോൾ r 4%, 2 വർഷം കൊണ്ട് n 2 ആണ്. 1352 രൂപയാകും. നമ്മൾ എത്രയോ നിക്ഷേപിച്ചു. അപ്പോൾ 1352 രൂപയാകും എന്ന് പറഞ്ഞാൽ ഇത് a ആണ്. വില കൊടുക്കുക. 1352 സമം p ഇൻറ്റു നിക്ഷേപ തുകയാണ് കാണേണ്ടത്. 1 + r എത്രയാണ്? 4/100 എത്ര വർഷമാണ്? 2. 1352 സമം p ഇൻറ്റു ഇതെങ്ങനെ കൂട്ടുക? 1 × 100 100 4 104/100. 1 × 100 100 4 കൂടി കൂട്ടിയാൽ 104/100 2 പ്രാവശ്യം ഇടണം. സ്ക്വയർ എന്ന് പറയുമ്പോൾ അപ്പോൾ ഇൻറ്റു 104/100 ഇൻറ്റു 104/100. നമുക്കിതിൽ p കാണണം. p കാണുമ്പോൾ പിയുടെ കൂടെയുള്ളതൊക്കെ മറുഭാഗത്തേക്ക് കൊണ്ടുപോകണം. അപ്പോൾ p സമം
മറുഭാഗത്ത് എന്തുണ്ട് 1352. ഇതൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ ഇതിൻ്റെയൊക്കെ റെസിപ്രോക്കൽസ് എഴുതണം. ഈ ഫ്രാക്ഷൻസ്, ഈ ഭിന്നസംഖ്യകൾ കൊണ്ടുവരുമ്പോൾ അതിൻ്റെയൊക്കെ വിൽക്രമങ്ങൾ എഴുതണം. അപ്പോൾ എന്താവും, ഇൻറ്റു 100/104 ഇൻറ്റു ഇതും 100/104. ഇനി നമുക്ക് വെട്ടിച്ചെടുക്കാം. ഇത് 13 കൊണ്ട് ഒരു 13 പിന്നെ 5 പോവില്ല, 13 0 52 4 13 52 ഇൻറ്റു 100 ഇവിടെ 13 കൊണ്ട് വെട്ടുമ്പോൾ ഇവിടെയും 13 കൊണ്ട് വെട്ടിച്ചെടുക്കണം. N 13 104. അപ്പോൾ 8 ഇൻറ്റു 104. നമുക്കിപ്പോൾ ഒരു 104 വെട്ടിക്കളയാം. ബാക്കി 100 ഇൻറ്റു 100 ഗുണിക്കുമ്പോൾ 10,000/8 ഹരിക്കുക. 10 1 8 8 ശിഷ്ടം 2 20 ഇരട്ട് 16 ശിഷ്ടം 4 40 8 40 പിന്നെ ഒരു 0. 1250 രൂപയാണ് നമ്മൾ ബാങ്കിൽ നിക്ഷേപിക്കുന്നത്. 200 വരെ 9 കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന എത്ര സംഖ്യകളുണ്ട്? 200 വരെ 9 കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന എന്ന് പറയുമ്പോൾ ഹരിക്കുമ്പോൾ ശിഷ്ടമില്ല, ശിഷ്ടം 0 ആയിരിക്കും. കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആയിട്ടുള്ള സംഖ്യകൾ അല്ലെങ്കിൽ മൾട്ടിപ്പിൾസ്. അപ്പോൾ 9 കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആയിട്ടുള്ളത്, അല്ലെങ്കിൽ ഹരിക്കുമ്പോൾ ശിഷ്ടമില്ല, അല്ലെങ്കിൽ ഹരിക്കുമ്പോൾ ശിഷ്ടം 0, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ 9ൻ്റെ മൾട്ടിപ്പിൾസ് എത്ര എണ്ണം ഉണ്ട് 200 വരെ. അപ്പോൾ നമുക്ക് 9ൻ്റെ ഗുണിതങ്ങൾ എഴുതുക. 1 9 9, 29 18, 3 9 27, 4 9 36 എക്സെട്ര. ഇങ്ങനെ ഏതുവരെ 200 വരെ വേണം. 200ൽ മീതെ പോകരുത്, 200 വരെ. അപ്പോൾ 200ന് തൊട്ട് മുമ്പ് 9ൻ്റെ ഗുണിതം 200 അല്ലെങ്കിൽ 200ന് തൊട്ട് മുമ്പ് ഏതാണ് 9ൻ്റെ ഗുണിതം എന്ന് കണ്ടുപിടിക്കണം. അതിന് നമുക്ക് 200നെ 9 കൊണ്ട് ഹരിക്കുക. 200നെ 9 കൊണ്ട് ഹരിക്കുമ്പോൾ 29 18 കുറയ്ക്കുമ്പോൾ ശിഷ്ടം 2, അടുത്ത സംഖ്യ 0, 20 വീണ്ടും 29 18 കുറയ്ക്കുമ്പോൾ ശിഷ്ടം 2. അപ്പോൾ 200നെ കൃത്യമായി ഹരിക്കാൻ പറ്റില്ല. 200നെ 9 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റില്ല, കാരണം ശിഷ്ടം 2 വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ശിഷ്ടം 2 പോയി കഴിഞ്ഞാൽ നിശേഷം ഹരിക്കാൻ പറ്റും. ഇവിടെ ശിഷ്ടം 2 വന്നു, ഈ 2 ശിഷ്ടം വരാൻ പാടില്ല. അപ്പോൾ ശിഷ്ടം വരാൻ പാടില്ലെങ്കിൽ 2 വരരുത്. 2 വരണമെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ, 200ന് 2 കുറയണം. അപ്പോൾ എന്തായിരിക്കും, 198 200ന് തൊട്ട് മുമ്പ്. 198 200ന് തൊട്ട് മുമ്പുള്ള 9ൻ്റെ ഗുണിതം. അപ്പോൾ അവിടെ 198. നമുക്ക് എന്താ കാണേണ്ടത്, എത്ര സംഖ്യകൾ, ഇതിൽ എത്ര എണ്ണം ഉണ്ടെന്ന് കാണണം. ഇത് ഗുണിതങ്ങൾ 9ൻ്റെ ഗുണിതങ്ങളാണ്. അപ്പോൾ ഗുണിതങ്ങൾ എപ്പോഴും സമാന്തര ശ്രേണിയാണ്. ഗുണിതങ്ങൾ എല്ലായ്പ്പോഴും സമാന്തര ശ്രേണിയാണ്, അരിത്മെറ്റിക് സീക്വൻസ് ആണ്. എത്ര സംഖ്യകൾ എന്ന് പറഞ്ഞാൽ ഇതിൽ എത്ര പദങ്ങളുണ്ട്. പദങ്ങളുടെ എണ്ണം കാണാൻ സൂത്രവാക്യം നമ്പർ ഓഫ് ടേംസ് ഇസ് ഈക്വൽ ടു nth ടേം മൈനസ് ഫസ്റ്റ് ടേം ബൈ കോമൺ ഡിഫറൻസ് +1. പദങ്ങളുടെ എണ്ണം കാണാൻ അവസാന പദത്തിൽ നിന്ന് ആദ്യ പദം കുറയ്ക്കുക, അതിനെ പൊതുവ്യത്യാസം കൊണ്ട് ഹരിച്ച് 1 കൂട്ടുക. അവസാന പദം എത്രയാണ്, 198 കുറയ്ക്കണം ആദ്യ പദം 9, പൊതുവ്യത്യാസം 9 ആയിരിക്കും. ഏതിൻ്റെയാണോ ഗുണിതങ്ങൾ അതാണ് പൊതുവ്യത്യാസം. അല്ലെങ്കിൽ 18 9 കുറച്ചാൽ 9 ആണ്. അപ്പോൾ പൊതുവ്യത്യാസം 9 + 1. 198 9 കുറയ്ക്കുക, ഇപ്പോൾ 189 എന്ന് വരും. ബൈ 9 + 1. ഇത് ഹരിക്കുമ്പോൾ 29 18 1 9 9 21 എന്ന് വരും. കൂട്ടണം 1. ഉത്തരം 22.